ഹലോ, യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പിയാണ്. ബ്രെഡ് കൊണ്ട് നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഷാഹി തുക്ഡെ. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമ്മൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഷാഹി തുക്ഡെ ഉണ്ടാക്കാനായി ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ബ്രെഡ് എടുക്കാം. ഇനി ഇതിന്റെ 4 വശവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ അരികെല്ലാം നന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾക്ക് വീണ്ടും കട്ട് ചെയ്തെടുക്കണം. ബ്രെഡ് സ്ലൈസ് എല്ലാം ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് സ്ലൈസ് എല്ലാം നമ്മൾക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്തു കോരിയെടുക്കാം. വളരെ പെട്ടെന്ന് ഇതാവും. ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ബ്രൗൺ നിറത്തിൽ വറുത്തു കോരിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേനും നല്ല ക്രിസ്പി ആയി വരും. ഒരുപാട് നേരം എണ്ണയിൽ ഇട്ട് വെക്കരുത്, അപ്പൊ എണ്ണ കുടിക്കും. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോ 2 ഭാഗവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് നേരം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് മുരിഞ്ഞു കിട്ടുന്നതാണ്. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ബ്രെഡ് സ്ലൈസും നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡ് എല്ലാം ഞാൻ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്കൊരു പഞ്ചസാര ലായനി തയ്യാറാക്കണം. ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായി ഞാനൊരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. നമ്മൾ എത്ര ക്വാണ്ടിറ്റി പഞ്ചസാര എടുക്കുന്നോ സെയിം ക്വാണ്ടിറ്റി തന്നെ വെള്ളവും ഒഴിക്കേണ്ടതാണ്. ഇനി ഇത് നമ്മൾക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളം എല്ലാം തിളച്ച് പഞ്ചസാരയെല്ലാം നന്നായി ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയെല്ലാം ഇപ്പം നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊരു 2-3 മിനിറ്റ് കൂടി നമ്മൾക്കൊന്ന് തിളപ്പിച്ചെടുത്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ചൂടായ ഈ പഞ്ചസാര സിറപ്പിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കണം. ബ്രെഡ് ഇട്ട ഉടനെ തന്നെ നമ്മൾക്ക് തിരിച്ചൊന്നുകൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ തന്നെ പഞ്ചസാര ലായനിയിൽ നിന്ന് മാറ്റിയെടുക്കണം. ഒരുപാട് നേരം ഈ സിറപ്പിൽ ഇട്ട് വയ്ക്കരുത്. ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന എല്ലാ ബ്രെഡും നമ്മൾക്ക് ഈ പഞ്ചസാര ലായനിയിൽ മുക്കിയെടുത്ത് വയ്ക്കാം. ഷുഗർ സിറപ്പിൽ മുക്കിയെടുത്ത ബ്രെഡെല്ലാം ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം മിൽക്ക് മെയ്ഡ് ഒഴിക്കണോ അത്രത്തോളം ഒഴിച്ചു കൊടുക്കാം. അത്രയും ടേസ്റ്റ് ആണ്. ഇനി ഇതിന്റെ മുകളിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചെറുതായി അരിഞ്ഞത് നമ്മൾക്കിട്ട് അലങ്കരിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. ഒരിക്കൽ നിങ്ങൾ കഴിച്ചു നോക്കിയാൽ പിന്നെയും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു സ്വീറ്റാണിത്. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.